Good morning. Hope you all are fine there. Let us start our lesson 3. Lesson 3 is over. Let's have a doing exercise. Dear students, കഴിഞ്ഞ lesson 1 and 2 ടെക്സ്റ്റ് ബുക്കിലുള്ള ആക്ടിവിറ്റീസ് നിങ്ങളോട് ഞാൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ആൻസർ മിസ് തന്നിട്ടുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങൾ നോട്ടിൽ എഴുതി കഴിഞ്ഞാൽ അത് വ്യക്തമായിട്ട് എഴുതുക. ടെക്സ്റ്റിലുള്ള ആക്ടിവിറ്റീസ് നിങ്ങൾ എനിക്ക് എന്ത് ചെയ്യണം, പേഴ്സണലി വാട്സപ്പ് ചെയ്യണം. എന്നാലേ എനിക്കത് കറക്റ്റ് ചെയ്ത് തരാൻ പറ്റുള്ളൂ. മിസ്സിന് ഇന്ന് വരെ ആരും സെക്കൻഡ് സ്റ്റാൻഡേർഡിന് IT ടെക്സ്റ്റ് കറക്റ്റ് ചെയ്യാൻ അയച്ചു തന്നിട്ടില്ല. ടേക്ക് ദ പേജ് നമ്പർ 20, 21, 22, 23 അതൊക്കെ എന്താണ്, നമ്മുടെ ആക്ടിവിറ്റീസാണ് അല്ലേ. ഇത് നോക്കിക്കേ, ലെറ്റ്സ് റിവ്യൂ പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ വർക്ക്സ് ഉണ്ട് ഇഷ്ടം പോലെ. ഇതൊക്കെ മിസ്സ് പറഞ്ഞു തന്നിട്ടുണ്ട് ക്ലാസ്സിൽ. പക്ഷെ നിങ്ങളത് ചെയ്തിട്ട് എനിക്ക് അയച്ചു തരണം. മിസ്സ് അത് കറക്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് തിരിച്ചയച്ചു തരും കേട്ടോ. പരീക്ഷയ്ക്ക് മുന്നേ നിങ്ങളത് ചെയ്യണം. എന്നാലേ തെറ്റ് നിങ്ങൾ ചെയ്തു വെച്ചിനോ ഇല്ലയെന്ന് മിസ്സിന് അറിയാൻ പറ്റുള്ളൂ. ഓണത്തിൻ്റെ എക്സാം വരുന്നുണ്ട്. അതിൻ്റെ മുന്നേ ലെസൺ 1, 2, 3 ഇപ്പോൾ നമ്മൾ ചെയ്യുന്നേ ഉള്ളൂ. 1, 2 ആക്ടിവിറ്റീസ് ആദ്യം ലെസൺ 1 അയച്ചോളൂ. അത് മിസ്സ് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 2 അയയ്ക്കുക. അത് കഴിഞ്ഞിട്ട് 3 അയയ്ക്കുക. എത്രയും പെട്ടെന്ന് അത് ചെയ്യണം. എല്ലാവരും എഴുതി പഠിക്കുകയും വേണം. നിങ്ങൾ ചെയ്ത് അയച്ചെങ്കിൽ നിങ്ങളത് ചെയ്തോ ഇല്ലയെന്ന് എനിക്ക് മനസ്സിലാവുള്ളൂ. ലെറ്റ് us revise the lesson how a computer works. All of you take the page 24. എല്ലാവരും ടെക്സ്റ്റ് റീഡ് ചെയ്തിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ടെക്സ്റ്റ് റീഡ് ചെയ്യണം. ടെക്സ്റ്റ് തറോ റീഡ് ചെയ്യുമ്പോഴേ വൺ വേർഡ് ആൻസർ, ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ഒക്കെ വരുമ്പോൾ സെൻറ്റൻസ് വൈസ് വായിച്ച ഓർമ്മയിലുണ്ടെങ്കിലേ ചെയ്യാൻ പറ്റുള്ളൂ. അണ്ടർസ്റ്റാൻഡ്? To begin with, let us understand with a simple example. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. Have you ever seen corn popping inside a popcorn machine? Corn is put into the machine as corn ഇടുന്ന അതെന്താണ്, corn എന്താണ്, അത് ഇൻപുട്ടാണ്. The machine heats up the corn and they start popping. അത് ഹീറ്റായിട്ട് അത് പോപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, that is processing. This heating is the process. Finally we get yummy popcorn ഫ്രം ദ മെഷീൻ. ആ മെഷീനിൽ നമുക്ക് നല്ല ടേസ്റ്റുള്ള പോപ്കോൺ കിട്ടും. അതെന്താണ്, ഔട്ട്പുട്ടാണ്. ഹിയർ പോപ്കോൺ ഈസ് ദ ഔട്ട്പുട്ട്. അപ്പോൾ അവിടെ കൊടുത്തിട്ടുള്ള കോൺ എന്ന് പറയുന്ന സംഗതി എന്താണ്, ഇൻപുട്ട്. കോൺ എന്താണ്, ഇൻപുട്ട്. അതവിടെ ഹീറ്റിംഗ് നടക്കുന്ന, മെഷീൻ്റെ ഉള്ളിൽ നിന്ന് ഹീറ്റിംഗ് നടക്കുന്ന ആ പ്രവർത്തനത്തെ എന്താ നമ്മൾ പറയുക, പ്രോസസ്സ്. യമ്മി ആയിട്ട് കിട്ടുന്ന പോപ്കോണിനെ നമ്മൾ എന്താ പറയുക, ഔട്ട്പുട്ട്. ഫോർ എക്സാമ്പിൾ അല്ലേ, അപ്പുറത്ത് നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട് ഇൻപുട്ട്, പ്രോസസ്സ്, ഔട്ട്പുട്ടിന് എന്താ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്, മാംഗോ ഷേക്ക്. നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്തു നോക്കുമോ വീട്ടിൽ? എന്ത് ചെയ്യണം, ഒരു മാംഗോ, അല്ലെങ്കിൽ മാംഗോ തന്നെ വേണമെന്നില്ല, പപ്പായ, ബനാന, ഏതെങ്കിലും എനി ഫ്രൂട്ട് എടുക്കുക. എന്താ ഫ്രൂട്ട് എടുക്കണം. ഇപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് മാംഗോ ആണ്. മാംഗോ പൾപ്പ്, പാല്, പഞ്ചസാര, ആ 3 തിങ്സാണ് എന്ത്, ഇൻപുട്ട്. നമ്മളത് മിക്സീൻ്റെ ജാറിലേക്ക് ഒഴിച്ചിട്ട് പ്ലഗ് ഓൺ ചെയ്തത് തിരിക്കുന്നു അല്ലേ, അടിക്കുന്നു. അപ്പോൾ അതിൻ്റെ കടന്ന് ഇങ്ങനെ പ്രോസസ്സ് ചെയ്യും. അതാണ് പ്രോസസ്സിങ്. അത് അതിൻ്റെ അകത്ത് ഇങ്ങനെ 3ഉം കൂടെ മിക്സായി കഴിയുന്ന ആ പ്രക്രിയയാണ് പ്രോസസ്സ് എന്ന് പറയുന്നത്. അത് പുറത്തേക്ക് നമ്മൾ നല്ല ജ്യൂസ് ജാറിലേക്ക് ഒഴിക്കുന്ന ആ സംഗതിയാണ് ഔട്ട്പുട്ട്. അപ്പോൾ അത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ. ഇപ്പോൾ വെറുതെ ഇരിക്കുകയല്ലേ, അപ്പോൾ ഒരു ജ്യൂസൊക്കെ അടിച്ച് കുടിക്കാമല്ലോ. അപ്പോൾ മാംഗോ പൾപ്പ് എന്ന് പറയുന്നതും ഷുഗറും മിൽക്ക് എന്ന് പറയുന്നത് ആ ഇൻഗ്രീഡിയൻസ് ആണ് എന്ത്, ഇൻപുട്ട്. മിക്സിങ്ങിൽ നടക്കുന്ന ആ പ്രവർത്തനമാണ് പ്രോസസ്സ്. മാംഗോ ഷേക്കായിട്ടത് പുറത്തേക്ക് വരുന്നതാണ് എന്ത്, ഔട്ട്പുട്ട്. അണ്ടർസ്റ്റാൻഡ്? അതുപോലെ താഴെ കൊടുത്തിട്ടുള്ളത് നിങ്ങളോട് ഞാൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. റൈറ്റ് ഇൻപുട്ട്, പ്രോസസ് ആൻഡ് ഔട്ട്പുട്ട് ഇൻ ദ കറക്റ്റ് ബോക്സ്. അവിടെ എന്തൊക്കെ കൊടുത്തിട്ടുണ്ട്, ഡേർട്ടി ക്ലോത്ത്സ്, സോപ്പ് പൗഡർ, ബക്കറ്റ്, ക്ലീൻ ക്ലോത്ത്സ്, പിന്നെ വാഷിംഗ് മെഷീൻ. അപ്പം അതിൽ ഇൻപുട്ട് എന്ന് പറയുന്നത് എന്താണ്, ബക്കറ്റ്, സോപ്പ് പൗഡർ, ഡേർട്ടി ക്ലോത്ത്സ്, അതാണ് ഇൻപുട്ട്. നമുക്ക് വൃത്തിയില്ലാത്ത തുണികൾ എന്ത് ചെയ്യണം, കഴുകി വൃത്തിയാക്കണം. അത് വാഷിംഗ് മെഷീനിലിട്ട് അത് കറങ്ങി തിരിഞ്ഞ് വൃത്തിയായി വരുന്ന അവിടെ നടക്കുന്ന ആ ഇതിനെയാണ് നമ്മൾ പ്രോസസ്സ് എന്ന് പറയുന്നത്. വൃത്തിയായ തുണികൾ നമ്മൾ അഴലിൽ കൊണ്ട് ക്ലിപ്പ് ചെയ്ത് വെക്കും അല്ലേ, അതാണ് ഔട്ട്പുട്ട്, ക്ലീൻ ക്ലോത്ത്സ്. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് പറയുക, ഈ ഇൻപുട്ട്, പ്രോസസ്സ്, ഔട്ട്പുട്ട് എന്ന് പറയുന്നതിന് നമ്മൾ എന്ത് പറയുക, IPO സൈക്കിൾ. IPO സൈക്കിൾ. IPO എന്ന് പറയുന്നതിൻ്റെ എന്താണ്, ഇൻപുട്ട്, പ്രോസസ്, ഔട്ട്പുട്ട്. അപ്പോൾ ഇൻപുട്ട് ഈസ് ദ ഡാറ്റ ആൻഡ് ദ ഇൻസ്ട്രക്ഷൻസ് യു ഗീവ് ടു എ കമ്പ്യൂട്ടർ. അണ്ടർലൈൻ ദ സെൻറ്റൻസ്. അതൊക്കെ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് വരും. ഇൻപുട്ട് ഈസ് ദ ഡാറ്റ
and the instructions you give to a computer. Turn the page. You can use a keyboard or a mouse to input data. Mouse or keyboard എന്താണ്? അത് ഇൻപുട്ട് ഡാറ്റയാണ്. ഫോർ എക്സാമ്പിൾ ചോദിക്കാം, ഏതെങ്കിലും രണ്ട് ഇൻപുട്ട് ഡാറ്റ എഴുതാൻ. അണ്ടർലൈൻ ദ സെൻറ്റൻസ്. ഏതെങ്കിലും രണ്ട് ഇൻപുട്ട് ഡാറ്റ എഴുതാൻ പറഞ്ഞാൽ ഏതാണ് ഇൻപുട്ട് ഡാറ്റ? കീബോർഡ് ആൻഡ് മൗസ്. ഔട്ട്പുട്ട് ഏതൊക്കെയാണ്? മോണിറ്റർ, പ്രിൻ്റർ. പ്രോസസ്സിങ് നടക്കുന്നത് എവിടെയാണ്? CPU. മനസ്സിലായല്ലോ? അടുത്തത് പ്രോസസ്. പ്രോസസ് ഈസ് വാട്ട് എ കമ്പ്യൂട്ടർ ഡസ് ടു ദ ഡാറ്റ. CPU പ്രോസസ് ദ ഡാറ്റ. നമ്മൾ എന്താണോ കമ്പ്യൂട്ടറിന് പ്രോസസ്സ് ചെയ്യാൻ കൊടുക്കുന്നതെന്ന് വെച്ചാൽ ആ ചെയ്യുന്ന പ്രവൃത്തിക്കാണ് പ്രോസസ്സ് എന്ന് പറയുക. അതെവിടെയാണ് പ്രോസസ്സിങ് നടക്കുന്നത് കമ്പ്യൂട്ടറിൽ? CPUവിൽ. ഔട്ട്പുട്ട്, ദ റിസൾട്ട് യു ഗെറ്റ് ആഫ്റ്റർ പ്രോസസ്സിങ് ഈസ് കോൾഡ് ഔട്ട്പുട്ട്. നമ്മൾ ചെയ്ത വർക്ക് എല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് എത്തുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക? ഔട്ട്പുട്ട് എന്ന് പറയുക. ദ മോണിറ്റർ ഷോസ് ദ ഔട്ട്പുട്ട്. ഔട്ട്പുട്ട് ആരാണ് നമുക്ക് കാണിച്ചു തരുന്നത്? മോണിറ്റർ. The output that you see on a monitor is called a soft copy. Underline the sentence. The output that you see on a monitor called soft copy. അത് ചിലപ്പോൾ ഇങ്ങനെ വരും. The output that you see on a monitor is called a dash. അപ്പോൾ നമ്മളവിടെ എന്ത് എഴുതണം? സോഫ്റ്റ് കോപ്പി. The output when printed on a paper is called hard copy. പ്രിൻ്റ് ചെയ്ത് വരുന്നതിനെ ഹാർഡ് കോപ്പി എന്ന് പറയും. മോണിറ്റർ നമ്മൾ കാണുന്നതിനെ സോഫ്റ്റ് കോപ്പി എന്ന് പറയും. ആ രണ്ട് സെൻറ്റൻസും അണ്ടർലൈൻ ചെയ്യുക. എന്താണ് സോഫ്റ്റ് കോപ്പി, എന്താണ് ഹാർഡ് കോപ്പി എന്ന് മനസ്സിലാവണം. എന്താ സോഫ്റ്റ് കോപ്പി? മോണിറ്ററിൽ ഷോ ചെയ്ത് കാണിക്കുന്നത് സോഫ്റ്റ് കോപ്പിയും പ്രിൻ്ററിൽ നിന്ന് പ്രിൻ്റ് ചെയ്തിട്ട് ആയിട്ട് പ്രിൻ്റ് ഔട്ട് ചെയ്ത് പുറത്തേക്ക് വരുന്നതിനെ ഹാർഡ് കോപ്പി എന്ന് പറയും. മനസ്സിലായില്ലേ? നെക്സ്റ്റ് നോക്കൂ. ലെറ്റ് us അണ്ടർസ്റ്റാൻഡ് the working of a computer by an example. Geeta wants to add 12 and 32 on her computer using calculator. ഗീതക്ക് 12 എന്ന നമ്പറും 32 എന്ന നമ്പറും ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ അത് എങ്ങനെയാണ് കമ്പ്യൂട്ടറിൽ ചെയ്യുക? 12 + 32 ഈസ് ഈക്വൽ ടു, നമുക്കതിൽ സയൻസ് ഉപയോഗിച്ചത് നമ്പേഴ്സ് ഉണ്ടാവാം, പ്ലസ് ഉണ്ട്, ഈക്വൽസ് ഉണ്ട്, സയൻസ് അതിൻ്റെ ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ട് അത് കമ്പ്യൂട്ടറിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. The computer takes data, follow the instruction and add them. Addition is the process. കമ്പ്യൂട്ടറാണ് നമ്മൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ് ചെയ്യാറ്. നെക്സ്റ്റ് നോക്കൂ. എക്സസൈസ്. ഓൾ ഓഫ് യു ടേക്ക് ദ പേജ് 27. എടുത്തോ? 27 പേജ് നമ്പറിൽ ടിക്ക് ദ കറക്റ്റ് ആൻസേഴ്സ്. ശരിയായ ഉത്തരം എന്ത് ചെയ്യുക? ടിക്ക് ഇടാം. എല്ലാവരും പെൻസിൽ എടുത്തിട്ട് മിസ് പറയുന്ന കറക്റ്റ് ആൻസർ ബോക്സിൽ ടിക്ക് കൊടുക്കാം. In an IPO cycle, the I stands for. IPO എന്നതിൽ I എന്തിനെയാണ് പ്രതിനിധീകരിക്കുന്നത്? സ്റ്റാൻഡ് ചെയ്യുന്നത്? ഇൻഫോർമേഷൻ ഇൻപുട്ട്. ഏതാ കറക്റ്റ് ആൻസർ? ഇൻപുട്ട്. അപ്പോൾ B എന്ന കോളത്തിലെ ഇൻപുട്ട് നിങ്ങൾ ടിക്ക് ചെയ്യാം. ചെയ്തോ? നെക്സ്റ്റ് വൺ. The data and instructions we give to a machine is. എന്താണ്? ഡാറ്റ ഇൻസ്ട്രക്ഷൻ നമ്മൾ മെഷീനിന് കൊടുക്കുന്നതിന് നമ്മൾ എന്താ പറയുക? ഇൻപുട്ട്. ഡാറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻ നമ്മൾ കീബോർഡ് ഓർ മൗസ് ത്രൂ കൊടുക്കും അല്ലേ? അതാണ് എന്താ? ദ ഡാറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻ ഗിവ് ടു എ മെഷീൻ ഈസ് ഇൻപുട്ട്. അപ്പോൾ എ എന്ന ഇൻപുട്ട് ബോക്സ്, ഇൻപുട്ട് എഴുതിയ ആ ചെറിയ ബോക്സ് ടിക്ക് ഇടാം. തേർഡ് വൺ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് യൂസ്ഡ് ടു ഇൻപുട്ട് ഡാറ്റ ഇൻ എ കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിൽ ഇൻപുട്ട് ഡാറ്റ കൊടുക്കുന്നത് എ ആണോ ബി ആണോ? എയിലെ പിക്ചർ എന്താ? CPU. ബിയിലെ പിക്ചർ എന്താ? കീബോർഡ്. അപ്പോൾ ഇൻപുട്ട് ഡാറ്റ കൊടുക്കുന്നത് ആരാണ്? കീബോർഡ്. അപ്പോൾ ബി എന്ന കീബോർഡിൻ്റെ ബോക്സിൽ നിങ്ങൾ പുട്ട് ദ ടിക്ക് മാർക്ക്. ഫോർത്ത് വൺ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഷോസ് ദ ഔട്ട്പുട്ട്. രണ്ട് പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതിലേതാണ് ഔട്ട്പുട്ട്? മോണിറ്റർ ഉണ്ട്, മൗസ് ഉണ്ട്. മൗസ് നമ്മൾ എന്താ നേരത്തെ പറഞ്ഞു? ഇൻപുട്ടാണെന്ന്. മോണിറ്ററിലാണ് നമ്മൾ ഷോസ് എന്ത് ചെയ്താലും അത് ഷോ ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ദാറ്റ് ഈസ് ഔട്ട്പുട്ട്. അപ്പോൾ പിക്ചർ എയിലെ മോണിറ്റർ എന്നുള്ള പിക്ചറിൽ ഒരു ചെറിയ ബോക്സ് കൊടുത്തിട്ട് അതിൽ ടിക്ക് ചെയ്യാം. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ ഫസ്റ്റ് വണ്ണിൻ്റെ ആൻസർ ബി, സെക്കൻഡ് വൺ എ, തേർഡ് വൺ ബി, ഫോർത്ത് വൺ എ. Got it? Turn the page. Filling the blanks, choose words from the given options. ശരിയായ ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതാൻ. Dash input or output is the data and instruction that give to a computer. കമ്പ്യൂട്ടറിന് ഡാറ്റയും ഇൻസ്ട്രക്ഷൻസും നൽകുന്നത് ആരാണ്? ഇൻപുട്ടാണോ ഔട്ട്പുട്ടാണോ? ആരാണ്? ഇൻപുട്ട്. അപ്പോൾ റൈറ്റ് ദ ആൻസർ ഇൻപുട്ട്. ക്വസ്റ്റ്യൻ നമ്പർ 1ൻ്റെ ആൻസർ എന്താണ്? ആക്ടിവിറ്റി ബിയിൽ
Question number 1 in the answer input. Understand? INPUT, input. Read and write. Question number 2, a dash is used to input data. ഇതിൽ ഏതാണ് ഇൻപുട്ട് ഡാറ്റ? കീബോർഡ് ആണോ മോണിറ്റർ ആണോ? മോണിറ്റർ നമ്മൾ പഠിച്ചു ഔട്ട്പുട്ട് ആണെന്ന്. അപ്പോൾ ഔട്ട് ഓഫ് ക്വസ്റ്റ്യൻ മോണിറ്റർ അല്ല, ഏതാണ്? കീബോർഡ്. കീബോർഡ് ഈസ് യൂസ് ടു ഇൻപുട്ട് ഡാറ്റ. KEYBOARD, keyboard. Read the spelling and write. Third one, a dash process the data. ആരാണ് ഡാറ്റ പ്രോസസ് ചെയ്യുക? CPU. CPU process the data. Fourth one, the output on the monitor is called dash. മിസ് നേരത്തെ പറഞ്ഞു underline the sentence. ഔട്ട്പുട്ട് ആരാണ്? ഔട്ട്പുട്ട് ഓൺ ദ മോണിറ്റർ. ഔട്ട്പുട്ട് മോണിറ്ററിൽ കാണിക്കുന്നത് സോഫ്റ്റ് കോപ്പി എന്ന് മിസ് പറഞ്ഞു അല്ലേ? അപ്പോൾ ഹാർഡ് കോപ്പി ഏതാണ്? പ്രിന്റ് ഔട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഏതാ? ദ ഔട്ട്പുട്ട് ഓൺ ദ മോണിറ്റർ ഈസ് കോൾഡ് സോഫ്റ്റ് കോപ്പി. SOFTCOPY, soft copy. Read once again. Input, keyboard, CPU, soft copy. Got it? Next one, write T for true, F for false. Instructions can be numbers, words and pictures. Numbers and words and pictures are instructions. Allah. That is false. Second one, process is what a computer does the data. True. Third one, the CPU shows the output. False. The output when printed on a paper is called hard copy. True. Got it? എല്ലാവരും മിസ് പറഞ്ഞത് ശ്രദ്ധിച്ച് ക്ലാസ് മനസ്സിലാക്കിയിട്ട് അത് എഴുതുക. ലെസൺ 1 and 2 ആക്ടിവിറ്റി മിസ്സിന് സെൻഡ് ചെയ്യുക. മിസ് കറക്റ്റ് ചെയ്ത് തരും കേട്ടോ. സോ താങ്ക് യു.